ഒക്ടോബർ 3 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: ബ്രോഞ്ഞിലെ വിശുദ്ധ ജെറാൾഡ്, വിശുദ്ധ ഡൈനീഷ്യസ്, വിശുദ്ധ ഫൗസ്റ്റൂസ്, വിശുദ്ധ കായൂസ്, വിശുദ്ധ പീറ്റർ, വിശുദ്ധ പോളും കൂട്ടുകാരും, വിശുദ്ധരായ വെളുത്ത എവാൾഡും കറുത്ത എവാൾഡും. ബ്രോഞ്ഞിലെ വിശുദ്ധ ജെറാൾഡ്. ബെൽജിയത്തിൽ നാമൂർ എന്ന പ്രദേശത്ത് ജെറാൾഡ് ഭൂജാതനായി. 959 ബ്രോഞ്ഞിലെ വിശുദ്ധ ജെറാൾഡ് ജീവിച്ചിരുന്നത്. ഒരു സൈനിക ഉദ്യോഗസ്ഥനുള്ള ശിക്ഷണമാണ് യൗവനത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. വളരെ സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം നാമൂർ കൗണ്ടിയുടെ പട്ടാളക്കാരനും കൊട്ടാരപ്രവർത്തകനുമായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുമൊത്ത് വേട്ടയാടൽ കഴിഞ്ഞ് സംഘം ക്ഷീണിതരും വിശപ്പും കൊണ്ട് അദ്ദേഹത്തിന് തന്നെ എസ്റ്റേറ്റിലേക്ക് മടങ്ങി. വിശ്രമിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും എല്ലാവരെയും ക്ഷണിച്ചതിന് ശേഷം വിശുദ്ധ ജെറാൾഡ് തൻ്റെ എസ്റ്റേറ്റിലുള്ള ചെറിയ ചാപ്പലിലേക്ക് മാറി. അവിടെ വളരെ നേരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാ സമയത്ത് തൻ്റെ തളർന്ന ശരീരം വിശപ്പും ദാഹവുമെല്ലാം മറന്ന് പൂർണ്ണമായി വിശ്രമിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. പ്രാർത്ഥിച്ചാൽ ഒരുപാട് സന്തോഷം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ ജെറാൾഡ് തുടർച്ചയായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചു. 918 ജെറാൾഡിനെ ഫ്രഞ്ച് രാജാവിൻ്റെ അടുക്കിലേക്ക് നാമൂർ പ്രഭു ഒരു സന്ദേശവുമായി അയക്കുകയുണ്ടായി. വളരെ ശാന്തപ്രകൃതിക്കാരനായ ജെറാൾഡിനെ എല്ലാവർക്കും പ്രിയമായിരുന്നു. സന്ദേശം രാജാവിന് കൊടുത്ത ശേഷം ഫ്രാൻസിൽ കുറച്ചു നാൾ താമസിക്കാനിടയായി. പ്രാർത്ഥനാപ്രിയനായ വിശുദ്ധ ജെറാൾഡ് വിശുദ്ധ ഡെന്നിസിൻ്റെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു. 11 കൊല്ലം ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ജെറാൾഡ് താമസിച്ചു. അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തെ അവർ പുരോഹിതനാക്കി ഉയർത്തി. പുരോഹിതനായ ശേഷം ജെറാൾഡ് സ്വരാജ്യത്തേക്ക് മടങ്ങി. ബ്രോഞ്ഞ് എന്ന സ്ഥലത്ത് സ്വന്തം എസ്റ്റേറ്റിൽ ഒരു ആശ്രമം സ്ഥാപിച്ച് 22 കൊല്ലം അതിലെ ആപത്തായി താമസിച്ചു. പ്രായച്ചിത്തവും പ്രാർത്ഥനയും സന്യാസികളിൽ പ്രോത്സാഹിപ്പിക്കാനായി ഫ്ലാൻഡേഴ്സ്, ലൊറൈൻ, ഷാമ്പെയിൻ എന്നീ സ്ഥലങ്ങളിലെ ആശ്രമങ്ങളിലെല്ലാം വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമം അദ്ദേഹം പ്രചരിപ്പിച്ചു. തൽഫലമായി ബെനഡിക്റ്റൻ സഭയ്ക്ക് അദ്ദേഹം വളരെ ശക്തമായ ഒരു ഉണർവ് തന്നെ നൽകിയിരുന്നു. കർത്താവിൻ്റെ ഈ വിശ്വസ്തദാസൻ പ്രായച്ചിത്തം കൊണ്ടും അധ്വാനം കൊണ്ടും ക്ഷീണിതനായി 959 കർത്താവിൽ നിദ്ര പ്രാപിച്ചു.